എല്ലാവർക്കും നമസ്കാരം. ഓപ്പോൾസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മയൂര നൃത്തത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ ക്ഷേത്രകലകളിലൊന്നാണ് മയൂര നൃത്തം. സുബ്രഹ്മണ്യ ഭഗവാനെ പുറത്തേറി ആനന്ദ നടനമാടുന്ന മയിലായാണ് മയൂര നൃത്തം അവതരിപ്പിക്കുക. കേരളത്തിൽ ഈ കലാരൂപം ആദ്യമായി ആരംഭിച്ചത് കുമാരനെല്ലൂർ സ്വദേശിയായ പരമു ആശാനാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനും ഫോക്ലോർ അവാർഡ് ജേതാവുമായ കുമാരനെല്ലൂർ മണി 55 വർഷമായി മയൂര നൃത്തം ജീവതപസ്യയായി കൊണ്ടു നടക്കുകയാണ്. മയൂര നൃത്തത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹം നമുക്ക് വേണ്ടി ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുകയാണ്. നമുക്കിനി വീഡിയോ കാണാം. മയൂര നൃത്തം എന്നാണ് പറയുന്നത്. ഇത് കുമാരൻ്റെ കുമാരനിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നതും ഇവിടുത്തെയാണ് പ്രധാന വഴിപാടായിട്ട് ഞങ്ങൾ കൊണ്ട് നടക്കുന്നത്. ആശാനൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ആ വഴിയാണ് ഇപ്പം ഞങ്ങളുടെ പോക്കൊക്കെ. രണ്ടാം ഉത്സവം തൊട്ട് നടത്തുന്നതിന് ആദ്യത്തെ ദിവസം സുബ്രഹ്മണ്യൻ ഉദയനാപുരത്തു നിന്നുള്ള പുറപ്പാടാണ്. ഇത് 2-3 പുറപ്പാടായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അത് ഒന്ന് ഉദയനാപുരത്തു നിന്നുള്ള പുറപ്പാട്, അപ്പം നമ്മുടെ സ്ഥലപുരാണമാണ്. അത് വന്ന് ദേവിയെ വന്നിച്ച് അങ്ങനെ അങ്ങ് പോവുക. പിന്നെ ഇടയ്ക്ക് 4 ഉത്സവം വരെ ആളങ്ങ് നിൽക്കും. 4 ദിവസം കൊടുക്കഴിവൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയുള്ളൂ. പിന്നത്തെ വരവ് തിരുച്ചെന്തൂരിൽ നിന്നുള്ള വരവാണ്, പുറപ്പാടാണ്. സൂര്യപത്മശ്ലോകമൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു വരവാണ്. ആ 3-ാമത്തെ ദിവസം കാണിക്കുന്നത്. അത് ഇവിടുത്തെ എത്ര ദിവസം ഉള്ളതെന്ന് വെച്ചാൽ അത് പങ്കിട്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ ദേവി ഈ കാർത്തികയുടെ അന്നൊക്കെ നടത്തുന്നത് ഈ ദേവീഭാവത്തിലെ ഒരു കഥയുണ്ട്. സുബ്രഹ്മണ്യനും എല്ലാ ദേവന്മാരും കൂടെ സ്ത്രീവേഷമായിട്ട് ചെന്ന് അസുരവധം കഴിക്കുന്നത്. അതിൽ ദേവിയുടെ ആജ്ഞപ്രകാരമാണ് അത് ചെല്ലുന്നത്. അപ്പോൾ പിന്നെ എല്ലാവരുടെ വേഷങ്ങളെല്ലാം കണ്ട് ദേവിക്ക് ഇഷ്ടമായെങ്കിലും സുബ്രഹ്മണ്യൻ്റെ വേഷത്തിനോട് ഏറ്റവും ഇതാണ്. ലോകത്തിൽ ഇത്രയും സൗന്ദര്യമുള്ള വേഷം സുബ്രഹ്മണ്യന് മാത്രമേ ഉള്ളൂ. അപ്പം ആ ശ്രീവേഷം കാണാൻ വീണ്ടും വീണ്ടും ദേവിക്ക് ആകാംക്ഷ. അതാണ് തൃക്കാർത്തികയുടെ അന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ കാർത്തികം കഴിഞ്ഞ് പിന്നെ അടുത്ത് അങ്ങ് പോവുക, അത്രയേ ഉള്ളൂ. എത്ര വർഷമായി? ഇപ്പം ഞാൻ 25-ാമത്തെ വയസ്സിലാണ് ഇവിടെ അരങ്ങേറിയത്. അരങ്ങേറ്റം എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഈ സാധന സാമഗ്രികളൊക്കെ ഉണ്ടാക്കണം. അതികഠിനമായിട്ടുള്ള പ്രയത്നങ്ങളായിരുന്നു. പിന്നെ ഇതുണ്ടാക്കുമ്പോൾ ആരും പൈസ തരാനോ ഇതൊന്നുമില്ല, ആരുമില്ല. നമുക്ക് ഒരു ബ്ലോക്കിൽ നിന്ന് പിന്നെ നമ്മൾ ഈ കൂലിപ്പണിയൊക്കെ എടുത്ത് നടക്കുമ്പോഴത്തേനെ കൂലിപ്പണിക്കാരന് ആരെങ്കിലും വായ്പയോ അല്ലെങ്കിൽ കടവോ കൊടുക്കുമോ തിരിച്ചു കൊടുക്കുകയെന്ന് വെച്ചാൽ. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഏതായാലും ഇതിൻ്റെ പരിസമാപ്തി കണ്ട് അടങ്ങുമെന്ന് വിചാരിച്ച് ഞങ്ങൾ രക്ഷപ്പെട്ട് എന്ത് വന്നാലും അതിനിടയ്ക്ക് സൂക്കേടും കാര്യങ്ങളും എല്ലാ കൂട്ടവും ഉണ്ട്. നമുക്ക് ഒരു നിവൃത്തിയില്ലാത്ത ഇതായിരുന്നു. ഏതായാലും ഞങ്ങൾ ഓരോ സംഗതികളൊക്കെ അടുത്തടുത്ത് താനെ തന്നെ അതിന് വന്ന് ചേർന്ന് അത് ഉണ്ടാക്കി ആദ്യമായിട്ട് പളനിക്ക് പോയി. പളനി ചെന്ന് അവിടെ ചെന്ന് പൂജ കഴിച്ച് വഴിപാടായിട്ട് അവിടെ കെട്ടിയാടി അവിടെ നിന്ന് ഒരു കാണിക്ക ഒക്കെ ഉണ്ടായിരുന്നു. ആ കാണിക്ക കൊണ്ട് ദേവിക്ക് കൊണ്ട് സമർപ്പിച്ച് അങ്ങനെയാണ്. പൊയ്ക്കാതെ ബാലൻസ് നമ്മൾ പ്രയത്നിക്കുകയാണെങ്കിൽ 2 ആഴ്ച കൊണ്ട് പഠിക്കാം. ബാക്കി കാര്യങ്ങളാണ് പഠിച്ചെടുക്കാനുള്ളത്.
അത് നമ്മൾ നിർത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മേടിക്കണം. അത് ഈ പൊയ്ക്കാകുമ്പോൾ മടമ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ താളം ചവിട്ടാനേ പറ്റുള്ളൂ. അതുകൊണ്ട് അതൊക്കെ ചില മേളമായാലും ശരി, പഞ്ചവതി ആയാലും കൊള്ളാം, പിന്നെ നാശത ആയാലും കൊള്ളാം, സോപാനായാലും കൊള്ളാം, ഏതായാലും ശരി, അങ്ങനെ അതിൻ്റെ ആ അവസരം അനുസരിച്ച് കൈകാര്യം ചെയ്യാനുള്ള പഠിപ്പുകൾ അത് പല ദിക്കിൽ നിന്നും പലരിൽ നിന്നും ഒക്കെ സമ്പാദിച്ച് അങ്ങനെയാണ്. ഇത് വേറെ ആരും അങ്ങനെയൊന്നും. അപ്പം ഈ പറഞ്ഞ പല കാര്യങ്ങളൊന്നും വേറെ ഇപ്പോൾ കുറേ വേഷമൊക്കെ കിട്ടുന്നു, ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അവർക്ക് ഈ കഥയൊന്നും അറിയാൻ പാടില്ല എന്താണെന്നുള്ള, ഈ സംഗതികളെ എന്താണെന്ന് അറിയാൻ പാടില്ല. അവർക്ക് വ്രതം എടുക്കണം. നമ്മുടെ ഇവിടെ നടത്തണമെങ്കിൽ വ്രതം ചോറിന് വ്രതം എടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം അതാണല്ലോ ഇവിടുത്തെ രീതികൾ. തന്നെയല്ല, കഥകൾ ഒരുപാടുണ്ട്. ദേവി അമ്മയുടെ അടുത്ത് മധുര മീനാക്ഷി ആയിട്ട് അവിടുത്തെ തന്നെ സുബ്രഹ്മണ്യനും ഗണപതിയാണ് കാവക്കാർ രണ്ടുപേരും. അപ്പോൾ അമ്മ എന്ത് പറയുന്നത് ആജ്ഞാപിച്ച് കഴിഞ്ഞാൽ ഉടൻ ചെയ്യുന്നത് ഇവരാണ്. അപ്പോൾ അമ്മ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോഴത്തേനെ ആ ഒരു ഇതും കൂടെ ഉണ്ട്. അപ്പോൾ സുബ്രഹ്മണ്യനെ അമ്മയായിട്ട് കാണുന്ന ഒരു ഭാഗം, അങ്ങനെയൊക്കെ ഓരോ കഥകളുണ്ട്. അത് ഞങ്ങളത് അവസരോചിതമായി ആയിട്ട് അത് അവതരിപ്പിച്ചു. എല്ലാം വെയിറ്റുള്ളതാണ്. പക്ഷേ ഈ വേഷം കെട്ടിയ നമ്മൾ ഭഗവാനെ വിചാരിച്ച് ആളാൻ തുടങ്ങും വെയിറ്റും ഇല്ല. ശരിക്കും ഇത് നമ്മളൊരു മനുഷ്യനെ ഉണ്ട്. ഒരു 20-30 കിലോ 35 കിലോ വെയിറ്റെങ്കിലും ഇയാളെ താങ്ങുന്നുണ്ട്. ആ വെയിറ്റ് നമ്മൾ പരിപാടി നടത്തുന്ന സമയത്തും നമ്മൾ അറിയില്ല, അത് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. അങ്ങനെയൊക്കെ അത് നമ്മുടെ നിഷ്ഠ പോലെ ഇരിക്കും. വേണമെന്നുള്ള ഒരു നിഷ്ഠയും ഒരു ബലമൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ആ തന്നെത്താനെ അത് വന്നു. അതാണ്. എത്ര വർഷമായി ഇപ്പോൾ 25, 80 വയസ്സായി. ഇപ്പോൾ വിരമിച്ചിട്ട് ഞാനൊരു 7 വർഷത്തോളെയായിരുന്നു. അതുവരെയൊക്കെ നടന്നു. പിന്നെ പല ദിക്കിലും ഇങ്ങനെയൊക്കെ പോയി. ദേവിയുടെ കാര്യം കൊണ്ട് ഓരോരോ ദിക്കുകളിലൊക്കെ പോയി. അതൊക്കെ എങ്ങും പോയി പരാജയപ്പെട്ടിട്ടില്ല. വരുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് അട്ടി കഴിഞ്ഞു പോകാൻ അത്രയേ ഉള്ളൂ. എന്നാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ദൂരെ പോകണം, അതിൻ്റെ അവൻ്റെ കൂലിയായിട്ട്, പിന്നെ കൂടെ വരുന്നതൊക്കെ നമ്മളെ പോലെ തന്നെയല്ലേ അവരും. അപ്പോൾ അതുപോലുള്ള ചിലവുകൾ മേളക്കാർക്ക് ഇങ്ങനെ എല്ലാം ഇപ്പോൾ കൊടുത്തും പിടിച്ചും വരുമ്പോൾ നമുക്കൊരു അതിൻ്റെ ഒരു ഭാഗം കിട്ടും. അത്രയും ഉള്ളൂ. അല്ലാതെ പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആത്മാർത്ഥം ഈ പരിപാടി കളയരുതെന്നുള്ളതാണ്. അതിനായിട്ട് ഇങ്ങനെ പ്രയത്നിച്ച് കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ആശാൻ തന്നെ പറഞ്ഞു. ഫോക്ലോർ ആദ്യം ഞങ്ങൾ തിരുവനന്തപുരത്തൊക്കെ കൃഷ്ണമൂർത്തി സാറിൻ്റെ കൂടെ കുറേ കാലം പരിപാടിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോവുകയും വരികയൊക്കെ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴത്തേനാണ് ഈ ഫോക്ലോർ അക്കാദമിയുടെ ആദ്യമായിട്ട് ഞാൻ ഈ പെൻഷൻ വല്ലതും കിട്ടുമെന്ന് അറിയാനായിട്ടാണ് എഴുതി കൊടുക്കുന്നത്. ആ പെൻഷൻ കിട്ടണമെങ്കിൽ ഒരു അവാർഡ് ഇങ്ങോട്ട് തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവരിരുന്നത്. അപ്പം ഈ കഥയൊക്കെ അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ അവാർഡൊക്കെ ശരിയായി, അവാർഡും തന്നു. അത് കഴിഞ്ഞ് പിന്നെ പോകാനും വരാനൊന്നും പറ്റുമറ്റൊന്നുമില്ല. ആ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് അവിടെ അല്ല, അതിന് മുമ്പ് കിട്ടിയ അവാർഡ് ആദ്യം പിന്നെ വടമാനൂരിന്നാണ്. വടമാനൂർ മയൂരനടന കേസരി എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്ഥാനം ഒരു അവാർഡ്, രണ്ടാമത്തെ അവാർഡ് വീഴുന്നതാണ് മയൂരരത്നം അവാർഡ് ആയിട്ട്. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഉള്ള അമ്പലങ്ങളിൽ നിന്നെല്ലാം അവാർഡുകൾ കിട്ടും. പിന്നെ കുറേ ഇപ്പോൾ നമ്മൾ കോട്ടയം ജില്ലയുടെ പിന്നെ ഇങ്ങനെയുള്ള അവാർഡുകൾക്ക് കുറേ കിട്ടും.
അവിടെ ചെല്ലുന്നിടത്തൊക്കെ പരിപാടി കയറുമ്പോൾ ഓരോ ഇതും കൂടെ തരും. അങ്ങനെയൊക്കെ ആയിരുന്നു. പലുവാറ്റൊക്കെ പിന്നെ ഈ ദൂരത്തൊക്കെ കുറേയൊക്കെ പോയാണ്. മയൂരനൃത്തം എന്നുള്ള പേര് ആദ്യം മയിലാട്ടം എന്നായിരുന്നു. മയൂരനൃത്തം എന്നുള്ള പേര് തന്നത് നമ്മുടെ അമ്പലപ്പുഴ രാമവർമ്മ സാറല്ലേ, CMS കോളേജിലെ പ്രൊഫസറായിരുന്ന അദ്ദേഹമാണ് എനിക്ക് ഈ മയിലാട്ടമൊന്നുമല്ല മയൂരനൃത്തം എന്ന് പേരിട്ടോളെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ കഥകളൊക്കെ എഴുതി തരാമെന്നൊക്കെ പറഞ്ഞു. മയൂരനൃത്തം എന്ന് പറഞ്ഞാൽ മയിലാട്ടം എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെ സംഗതികൾ. പിന്നെ ഒരു കൗതുകം. ഇപ്പം എങ്ങനെ ഈ വിഷമമെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, അതിനിടയ്ക്ക് ഷുഗർ, പ്രഷർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നു ചേർന്നു. അതുകൊണ്ട് പിന്നെ ഇപ്പം ഞാൻ കൂടെ ഞങ്ങൾക്ക് പോകുന്നില്ല. ഇവര് ചേട്ടനും ആൻറ്റിയും മരുമൊക്കെ ആയിട്ട് പോവുക. അങ്ങനെ പിന്നെ ഒട്ടുമുക്കാലും കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. എവിടെ ചെന്നാലും അതിൻ്റെ ഭാഷാനുസരിച്ച് കെട്ടാനും എടുക്കാനൊക്കെ എല്ലാം അത് 5 വർഷം കഥകളിയൊക്കെ പഠിച്ച് അതൊക്കെ അറിയാമല്ലോ. അങ്ങനെ ഒക്കെ നടക്കുന്നു.